നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തിഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 579th day. Today, Pradhamaskandam 3rd chapter 16th ശ്ലോകം. For details, please see the description box. ഗീതാസ് ഭക്തിഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 579 ദിവസം. ഇന്ന് പ്രഥമസ്കന്ധത്തിലെ 3ാമത്തെ അധ്യായത്തിലെ 16ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ, കൃഷ്ണം വന്ദേ വ്രജപ്രിയം, കൃഷ്ണം ദ്വൈപായനം വന്ദേ, കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി, മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി, കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 3ാമത്തെ അധ്യായത്തിലെ 16ാമത്തെ ശ്ലോകം. ഓം ശ്രീകൃഷ്ണായ നമഃ. സുരാസുരാണാമുദതീം മഗ്നതാം മന്ദരാജലം ദദ്രീ കമടരൂപേണ പൃഷ്ട ഏകാദശേ വിഭു. ഓം തത്സത്. സുരാസുരാണാമുദതീം മഗ്നതാം മന്ദരാജലം ദദ്രീ കമഠരൂപേണ പൃഷ്ട ഏകാദശേ വിഭു. ഓം തത്സത്. സുരാസുരാണാം മഗ്നതാം മന്ദരാജലം. സുരാസുരാണാം ഉദതീം മഗ്നതാം മന്ദരാജലം ദദ്രേ കമഠരൂപേണ പൃഷ്ട ഏകാദശേ വിഭു. പൃഷ്ടേ ഏകാദശേ വിഭു. പൃഷ്ടേ എന്നുള്ളതാണ് പൃഷ്ട ഏകാദശേ വിഭു. ഉദതീം എന്ന് പറഞ്ഞാൽ സമുദ്രത്തെ, മഗ്നതാം മദനം ചെയ്യുന്ന, സുരാസുരാണാം ദേവന്മാരുടെയും അസുരന്മാരുടെയും, മന്ദരാജലം മന്ദരപർവ്വതത്തെ, ഏകാദശി 11ാമത്തേതിൽ, വിഭു ഭഗവാൻ, കമഠരൂപേണ ആമയായിട്ട്, പൃഷ്ഠത്തിൽ, ദദ്രേ ധരിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അതായത് സുരാസുരന്മാർ, അതായത് ദേവന്മാരും അസുരന്മാരും ഉദതീം സമുദ്രത്തെ, അതായത് പാലാഴി മദനമാണ് ഇവിടെ പറഞ്ഞു തരുന്നത്. പാലാഴിയെ കടയുന്ന സമയത്ത് ആ പർവ്വതം, മന്ദരപർവ്വതം വെള്ളത്തിൽ മുങ്ങിപ്പോവുകയും അപ്പോൾ ഭഗവാൻ അവിടെ ആമയായിട്ട് അവതരിച്ച് ആ പർവ്വതത്തിൻ്റെ അടിയിൽ പോയി തൻ്റെ പുറംഭാഗത്ത്, പൃഷ്ഠഭാഗത്ത് ആ മന്ദരപർവ്വതത്തെ ഉദ്ധരിച്ച് ഉയർത്തിക്കൊണ്ടുവന്ന് പിന്നീട് വീണ്ടും സമുദ്രമഥനം ചെയ്യാൻ വേണ്ടിയിട്ട് ദേവന്മാരെയും അസുരന്മാരെയും സഹായിച്ചു. ആ മന്ദരപർവ്വതത്തെ തൻ്റെ പുറംഭാഗത്ത് ആ പുറംതോട്ടിൽ നിർത്തിയിട്ട് വീണ്ടും കടയുവാനായിട്ട് ഭഗവാൻ സഹായിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ദേവന്മാരും അസുരന്മാരും മന്ദരപർവ്വതം ഉപയോഗിച്ച് ആ പാലാഴി, അതും ഭഗവാന്റെ ഉപദേശപ്രകാരമാണ് അമൃതിനു വേണ്ടി ചെയ്യുന്നത്. അപ്രകാരം ചെയ്യുമ്പോൾ മന്ദരപർവ്വതം വെള്ളത്തിനടിയിലായിപ്പോയി, പാലാഴിയുടെ അടിയിലായിപ്പോയി. അപ്പോൾ ഭഗവാൻ അവിടെ അവതരിച്ചു. അത് 11ാമതായിട്ട് ഏകാദശിയെ വിഭു. 11ാമതായിട്ട് ഭഗവാൻ അവിടെ അവതരിച്ച്, വിഭു എന്ന് പറഞ്ഞാൽ ഭഗവാൻ, സർവത്തിനും ആധാരമായിട്ടുള്ള ആ മഹത്തായ ഭഗവാൻ അവിടെ അവതരിച്ചു, ആമയായിട്ട് അവതരിച്ചു. കമഠരൂപേണ, കമഠം എന്ന് പറഞ്ഞാൽ ആമ എന്നാണ് സംസ്കൃതത്തിൽ. കമഠം എന്ന് പറഞ്ഞാൽ ആമ. ആമയുടെ രൂപത്തിൽ ഭഗവാൻ അവിടെ അവതരിച്ച് ആ മന്ദരപർവ്വതത്തെ നിലക്കു നിർത്തി എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ശ്ലോകം ഒരിക്കൽ കൂടി. സുരാസുരാണാമുദതീം മഗ്നതാം മന്ദരാജലം ദദ്രേ കമഠരൂപേണ പൃഷ്ട ഏകാദശേ വിഭു. ഓം തത്സത്.
സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും ഉണ്ടാകട്ടെ. ഓം തത്സത്.